ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് മറ്റൊന്നുമല്ല, നമ്മുടെ മലബാർക്കാരുടെ സ്വന്തം പഴം നിറച്ചതാട്ടാ. ഈവനിങ് സ്നാക്സിന് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 പഴമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ നന്നായി ചൂടാൻ ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 ഏലക്ക എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കും ഈ പഴം നിറച്ചത് ഉണ്ടാക്കുന്നത് പഞ്ചസാര വെച്ചിട്ടാണ്. പക്ഷേ ഞാനിവിടെ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ശർക്കര വെച്ച് ചെയ്തപ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതും കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അത് മാറ്റി വെക്കുക. എന്നിട്ട് പഴം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നല്ല പാകമായ പഴം നോക്കിയെടുക്കുക കേട്ടോ, നല്ലത്. എനിക്കിവിടെ കിട്ടിയത് അത്ര പാകമായ പഴമായിരുന്നില്ല, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാകമായ പഴമാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. അങ്ങനെ നമ്മളെ പഴമൊക്കെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളെടുത്തിട്ട് കുറച്ച് മൈദ ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ബാറ്റർ രൂപത്തിലാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ പഴം നടുവിലൂടെ ഇങ്ങനെ കീറി കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചില്ല തേങ്ങയുടെ ശർക്കരയുടെ ഫില്ല്, അത് ഇതിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കുക. നന്നായി കുത്തി നിറച്ച് കൊടുത്തോട്ടെ. ഞാൻ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴം നിറച്ചത് ഭയങ്കര ഉണ്ട പോലെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കുക. നന്നായി നിറച്ച് കൊടുത്തതിന് അതുപോലെ മറ്റുള്ള പഴങ്ങളൊക്കെ അതുപോലെ ചെയ്യുക. എന്നിട്ട് പുറത്ത് പൊട്ടാത്ത രീതിയിൽ ചെയ്യണം കേട്ടോ. കാരണം ഒരു പഴം എൻ്റെത് ആ സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ വരല് അങ്ങനെ അപ്പുറത്തേക്ക് വന്നു. അപ്പോൾ അത് പൊട്ടാത്ത രീതിയിൽ നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഒരു മൈദയുടെ, ആ മൈദ ഇതിന് മേലെ ആ ഹോള് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ മൈദയുടെ ബാറ്റർ കൊണ്ട് ആ ഹോള് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അതെല്ലാതും അതുപോലെ ചെയ്തെടുക്കുക. പൊട്ടാതെ നോക്കണം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല, അതിനുള്ളിൽ കൂടെ എണ്ണ കയറും. അപ്പോൾ പൊട്ടാതെ നല്ല വൃത്തിക്ക് ഫില്ല് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അടുപ്പിലൊരു പാൻ വെച്ചതിന് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ നിറച്ചിട്ട് മാറ്റി വെച്ചില്ലേ, ഫില്ല് ചെയ്തിട്ട് മാറ്റി വെച്ച പഴം അതിലിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡും വേവിച്ചെടുക്കുക. സൈഡ് ഇങ്ങനെ മാറ്റിയിട്ട് ഓരോ സൈഡ് മാറ്റി എടുത്തിട്ട് അത് മൊരിഞ്ഞൊരു നല്ലൊരു കളറാകുമ്പോൾ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ പഴം നിറച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനും എൻ്റെ മോനും കൂടിയിട്ട് അത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്ത കാരണം എന്നാലും ഞാൻ കഴിച്ചില്ല എന്നല്ല, എന്നാലും കഴിച്ചു. പക്ഷേ മക്കൾക്കും നല്ല ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം. ബായ്.